നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 4/1/2026 റബ്ബർ വില. റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് തന്നെ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് ഒട്ടും സമയം കളയാതെ റബ്ബർ വില നോക്കാം. ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ്. റബ്ബർ കർഷകർക്ക് ഇന്ന് സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. എന്നാൽ നമുക്ക് വിശദമായി നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS-4 1 കിലോയ്ക്ക് 185 രൂപ 50 പൈസ. RSS-5 1 കിലോയ്ക്ക് 181 രൂപ 50 പൈസ. ഇതാണ് കോട്ടയത്തെ വില. ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം. RSS-4 1 കിലോയ്ക്ക് 185 രൂപ 50 പൈസ. RSS-5 1 കിലോയ്ക്ക് 181 രൂപ 50 പൈസ. ഇതാണ് കൊച്ചിയിലെ വില. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം. ലൂസ് 1 കിലോയ്ക്ക് 173 രൂപ 50 പൈസ. ലോട്ട് 1 കിലോയ്ക്ക് 165 രൂപ മുതൽ 170 രൂപ വരെയും. ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം. 80% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 122 രൂപ 50 പൈസ. 60% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 91 രൂപ 88 പൈസ. ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 172 രൂപ. 25% DRC ഉള്ള 200 ലിറ്റർ ബാരലിന് 8600 രൂപ. 30% DRC ഉള്ള 200 ലിറ്റർ ബാരലിന് 10320 രൂപ. 35% DRC ഉള്ള 200 ലിറ്റർ ബാരലിന് 12040 രൂപ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS-4 1 കിലോയ്ക്ക് 177 രൂപ 50 പൈസ. RSS-5 1 കിലോയ്ക്ക് 173 രൂപ 50 പൈസ. ISS 1 കിലോയ്ക്ക് 161 രൂപ 50 പൈസ മുതൽ 162 രൂപ വരെയും. ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് 70% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 103 രൂപ 50 പൈസ മുതൽ 115 രൂപ വരെയും. ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ RSS-4 5 1 കിലോയ്ക്ക് 50 പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത്. വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാലും RSS-4 5 1 കിലോയ്ക്ക് 50 പൈസ വർദ്ധിച്ചിട്ടുണ്ട്. ജപ്പാൻ ചൈനീസ് റബ്ബർ മാർക്കറ്റുകൾ നീണ്ട അവധി ദിനങ്ങളിലാണ്. ഇനി തിങ്കളാഴ്ച മാത്രമേ തുറന്നു പ്രവർത്തിക്കൂ. റെഡി മാർക്കറ്റായ തായ്ലൻഡിലെ ബാങ്കോക്ക് ഇന്ന് പ്രവർത്തിച്ചില്ല. അതേസമയം ഉത്സവ ആഘോഷങ്ങൾക്ക് ശേഷം സംസ്ഥാനത്തെ റബ്ബർ കർഷകർ രംഗത്ത് വീണ്ടും സജീവമായതിനൊപ്പം ഒട്ടുമിക്ക തോട്ടങ്ങളിലും പുലർച്ചെ തന്നെ റബ്ബർ വെട്ട് പുനരാരംഭിച്ചു. ക്രിസ്തുമസ് വേളയിൽ ഉൽപ്പാദകരിൽ ഒരു വിഭാഗം തോട്ടങ്ങളിൽ നിന്നും പിന്മാറിയിരുന്നു. ഈ വർഷത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം വില കൂടും, വീണ്ടും എന്നിട്ട് കുറച്ച് ദിവസം വില കുറയും. എന്നാൽ 200-ന് പുറത്തോട്ട് കുതിച്ച് കയറുന്നതുമില്ല. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം. വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ 313 രൂപ. വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ 318 രൂപ. കൊപ്ര എടുത്തപടി 187 രൂപ 50 പൈസ. അടയ്ക്ക പുതിയ 1 കിലോയ്ക്ക് 350 രൂപ. അടയ്ക്ക പഴയ 1 കിലോയ്ക്ക് 360 രൂപ. കാഞ്ഞിരക്കുരു 1850 രൂപ. കയർ നേരിയത് 3800 രൂപ. ജാതിക്ക തൊണ്ടൻ 300 രൂപ. ജാതിപത്രി ചുവപ്പ് 1450 രൂപ. ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് 400 രൂപ. ജാതിപത്രി മഞ്ഞ 1400 രൂപ. ജാതിപത്രി ഫ്ലവർ ചുവപ്പ് 1850 രൂപ മുതൽ 2100 രൂപ വരെയും. ജാതിപത്രി ഫ്ലവർ മഞ്ഞ 2000 രൂപ മുതൽ 2200 രൂപ വരെയും. ഗ്രാമ്പു 810 രൂപ. നാടൻ 925 രൂപ. ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് 600 രൂപ മുതൽ 640 രൂപ വരെയും. ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് 250 രൂപ. സെക്കൻഡ് 150 രൂപ. പിണ്ണാക്ക് എസ്പെല്ലർ 41 രൂപ. റോട്ടറി 42 രൂപ. കുരുമുളക് അൺകാർബിൾഡ് 1 കിലോയ്ക്ക് 699 രൂപ. കുരുമുളക് പുതിയ 1 കിലോയ്ക്ക് 689 രൂപ. കുരുമുളക് ഗാർബിൾഡ് 1 കിലോയ്ക്ക് 719 രൂപ. ചുക്ക് ബെസ്റ്റ് 300 രൂപ. മഞ്ഞൾ സേലം 155 രൂപ. വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് 37 രൂപ. പച്ച 35 രൂപ. പഴം 52 രൂപ. കാപ്പിപ്പരിപ്പ് കിൻഡൽ 35,500 രൂപ. ഉണ്ടച്ചാക്ക് 54 കിലോ 11,000 രൂപ. കുരുമുളക് വയനാടൻ 685 രൂപ. ചേട്ടൻ 675 രൂപ. ഇഞ്ചിച്ചാക്ക് 60 കിലോ 2000 രൂപ. ഏലം ഉണക്ക കിലോ 2300 രൂപ മുതൽ 2700 രൂപ വരെയും. നെല്ല് കിൻഡൽ 2500 രൂപ. നേന്ത്രക്കായ കിൻഡൽ 1500 രൂപ. ഇനി നമുക്ക് പാലക്കാട് മാർക്കറ്റ് നോക്കാം. ചുക്ക് 250 രൂപ. അടയ്ക്ക 325 രൂപ മുതൽ 350 രൂപ വരെയും. പുതിയ അടയ്ക്ക 275 രൂപ. കസ്തൂരി മഞ്ഞൾ 110 രൂപ. ഗ്രാമ്പു 750 രൂപ. ജാതി തൊണ്ടൻ 300 രൂപ. ജാതിപ്പരിപ്പ് 600 രൂപ. കച്ചോലം 500 രൂപ. ജാതിപത്രി 1500 രൂപ മുതൽ 1800 രൂപ വരെയും. കുരുമുളക് 680 രൂപ. ഏലയ്ക്ക 2000 രൂപ. തേങ്ങ 54 രൂപ മുതൽ 56 രൂപ വരെയും.
വിരൽ മഞ്ഞൾ 150 രൂപ, തട മഞ്ഞൾ 140 രൂപ, കൊക്കോ പൊളിച്ചത് 350 രൂപ, കാപ്പിക്കുരു തൊണ്ടൻ 200 രൂപ. ഇതാണ് ഇന്നത്തെ വിലകൾ. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.